ബാംഗ്ലൂർ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ്. ഹോട്ടലിൻ്റെ കീഴിലുള്ള തന്നെയാണ്. ഒരു പാക്കേജാണ് കേട്ടോ. രാവിലത്തെ ഫുഡ് ഫ്രീയും അങ്ങനെയാണ്. അപ്പം അങ്ങനെ എല്ലാ ഫുഡും ഓഫായിട്ടാണ് കേട്ടോ. എല്ലാ ഫുഡുകളും ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ ഇഷ്ടമുള്ളത് കഴിക്കാം. മറ്റേ ധാന്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. മുളപ്പിച്ചത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഡയറ്റിനുള്ളതും പിന്നെ കോംപ്ലക്സ് അങ്ങനത്തെ പല ഐറ്റങ്ങളും പിന്നെ ഫുഡും കാര്യങ്ങളും ചോറും ഒക്കെ ഉണ്ട് കേട്ടോ. കേസരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വേണ്ടിച്ച് കഴിക്കാം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ കഴിച്ച് പോരാ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ കഴിച്ച് നമ്മൾ വന്നിട്ട് അവിടുന്ന് എന്നിട്ട് ഹോട്ടലിൻ്റെ താഴെ കുറച്ച് ഒരു ഹാളുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഓടി കളിക്കാൻ കേട്ടോ. അങ്ങോട്ട് പോയിക്കാണ്ട് അപ്പോൾ അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് തന്നെ വന്നു. റൂമിലേക്ക് വന്ന ഉടനെ തന്നെ നമുക്ക് മുടി അയച്ചിട്ടുണ്ട്. മുടി കെട്ടാനേ പാടില്ല. അപ്പം അങ്ങനെ റൂമിലേക്ക് വന്നേക്ക് മുടി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷാലും ഒപ്പം നടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ റൂമിൽ ഇരുന്ന് ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മനയൊക്കെ ഒരു ഫ്രണ്ടിനെ കാണാണ്ട് പറഞ്ഞാണ് അങ്ങനെ പോയിരുന്നു കേട്ടോ. അവിടെ എന്താ ഫ്ലാറ്റ് നോക്കാൻ ഒക്കെ ആയിട്ട് പുറത്ത് പോയതാണ്. ഇവിടെ ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അതൊക്കെ നോക്കി വന്നപ്പോൾ അതിന് 3 മണിയായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റെഡി പോകാൻ. അപ്പം അങ്ങനെ 3 മണിക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഉച്ചക്കത്തെ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനും കൂടി ഇറങ്ങിയപ്പോൾ നമുക്കിവിടെ എന്തോ ഒരു മല ഉണ്ട്. മലേൻ്റെ മുകളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോവാണ് കേട്ടോ. മലേൻ്റെ മുകളിൽ കുറേ പോകണം കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെ മലേൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുരത്തിൻ്റെ പോലെ ഇങ്ങനെ കയറിയുണ്ട്. മലേൻ്റെ പറ്റ മുകളിലറ്റത്ത് പോയി നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ടുള്ള വഴി മാത്രമാണ് കേട്ടോ ഇത്. ആ മലേൻ്റെ മുകൾക്ക് എന്താ പേര് ഞാൻ പറഞ്ഞു തരാം. ആ മലേൻ്റെ പേരാണ് നന്ദി ഹിൽസ് പറഞ്ഞൊരു മലയാണ് കേട്ടോ. അതിൻ്റെ മേലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. മനൊക്കെ പോയിട്ടുണ്ടാവുക കാരണം അതുകൊണ്ട് ഈ കാര്യം മനക്കൊക്കെ ഇത്ര പരിചയം. അപ്പോൾ ഇതിൽ ഫോണിൽ ലൊക്കേഷൻ ഇട്ട് കണ്ടാണ് പോകുന്നത് കേട്ടോ. എന്താണ് നന്ദി ഹിൽസ് അതിൻ്റെ പേര് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നല്ല ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സൈഡ് ഭാഗമൊക്കെ മലകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പാർക്കിങ് ഇവിടെയാണ് കേട്ടോ. താഴെയാണ് കേട്ടോ പാർക്കിങ്. പിന്നെ ഇനി ഇതിൻ്റെ മേലേക്ക് കയറി പോകാനാണ് കേട്ടോ. നടന്ന് പോകലാണ് കേട്ടോ. തടി കിടക്കണവർക്കൊക്കെ എക്സസൈസിനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. നടക്കാൻ പോകുന്നവർക്കൊക്കെ കുഴങ്ങിപ്പോവും. നടന്ന് കുറേ നടക്കാണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പൊന്നും നമുക്ക് കയറാൻ കഴിയാതായി. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ ഇരുന്ന് പിന്നെ ഓരിങ്ങനെ കുറച്ചവിടെ പോയി എത്തുമ്പോൾ പിന്നെ ഞാൻ മെല്ലെ അങ്ങനെ നടന്ന് പോയി. ഏതായാലും അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു റോഡ് കണ്ട് സ്റ്റെപ്പ് കയറാതെ റോഡായപ്പോൾ പിന്നെ എനിക്ക് നടക്കാൻ എളുപ്പമായിട്ടോ. പിന്നെ കാലിന് ചെറുതായിട്ടൊരു വേദന. അപ്പോൾ നടക്കാൻ കഴിയണില്ല. അപ്പോൾ ഏതായാലും മുകളിലെത്തിയൊരു റോഡിൻ്റെ ചില വണ്ടിയൊക്കെ പോകുന്നുണ്ട് മേലേക്ക്. അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ ആ മലേൻ്റെ മുകളിൽ. പക്ഷെ അറിഞ്ഞിക്കണൊക്കെ ഇവിടെ എടുത്താൽ മതിയെന്ന് പറയും. റിസോർട്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ കണ്ടിട്ടോ. നല്ല പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ വന്നുകൊണ്ട് കൂടാൻ പറ്റിയ സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾ 5 മണി ആയിക്കണം കേട്ടോ. 4 മണിക്ക് ഇങ്ങോട്ട് കയറിയിട്ട് 5 മണിക്ക് ഇങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും പറ്റിയിട്ട് സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലങ്ങൾ. ഞാൻ മെല്ലെ ഇങ്ങനെ കയറി ഞാനും അവരൊപ്പം എത്തി കേട്ടോ.
ചെറിയൊരു കാൽമുട്ട് വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാനൊക്കെ വേദന, കുറേ നടക്കുമ്പോൾ കാല് വേദന ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഏതായാലും നടന്ന് ഇവിടെ എത്തി. കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ വേദന കൊണ്ട് വരാൻ പൂതിയില്ലേനു, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, നല്ല സ്ഥലം കേട്ടോ. വന്ന് നോക്കിയപ്പോൾ അവിടുന്ന് കയറുമ്പോഴൊന്നും അത്ര അത് തോന്നിയില്ല. പിന്നെ വന്നപ്പോൾ നല്ല രസമുണ്ട്. ഇനിയും കുറേ മേലേക്ക് കയറണം കേട്ടോ. അതുകൊണ്ട് അതുപോലത്തെ മേലെ ഇങ്ങനെ പാറൻ്റെ ഒരു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ട് കാണാൻ. അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാവരും വന്നിക്കണോ ഇല്ലേ നമുക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാൻ എന്നെ കൊണ്ട് കഴിയണ മാതിരി മെല്ലെ 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 ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല രസം കാണാൻ. പിന്നെ ബാങ്ക് കൊടുക്കാനയക്കണേന്, അപ്പോൾ ഇരുട്ടേന്. അപ്പോൾ എല്ലാവരും അവിടുന്ന് പോകാൻ പറയണതാണ് കേട്ടോ. അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല തോന്നുന്നു, ഈ മലൻ്റെ മുകളിലൊക്കെ ആയതുകൊണ്ട്. എന്താ അറിയില്ല, അവിടുന്ന് സെക്യൂരിറ്റിമാരിങ്ങനെ പൊയ്ക്കോളി ഇങ്ങനെ പറയുന്നുണ്ട് കുറേ ആൾക്കാരോട്. കുറേ സമയമായിട്ട് വന്ന് ആൾക്കാരാവും, പക്ഷെ ഞങ്ങളോടൊന്നും പോകാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആയിട്ടിങ്ങനെ രസം, മക്കൾക്ക് രസം ഓടി കളിക്കാനും ഇതിനൊക്കെ നല്ല രസമുണ്ട്. താഴേക്ക് നോക്കാൻ എന്താ ഭംഗിയറിയോ. ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നല്ല നമുക്ക് കണ്ണിന് കുളിർമയാകും എന്ന് പറഞ്ഞ പോലെ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറേ വൈകി ഇരുട്ടായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ചാണ്ട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ പിന്നെ ഫോണിൻ്റെ ടോർച്ച് അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയത് കേട്ടോ. മേലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ താഴത്തേക്ക് അതിനൊക്കെ ഭയങ്കര ഇരുട്ട് കേട്ടോ, മരങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ വെളിച്ചം കൊണ്ട് അങ്ങനെ ഇറങ്ങി.